പോക്കറ്റിൽ പണം കൊണ്ടുവരുന്നവയെ അസറ്റ് എന്നും പോക്കറ്റിലെ പണം ഇല്ലാതാക്കുന്നവയെ ലയബിലിറ്റി എന്നും വിളിക്കാം. സ്വർണം, ബിസിനസ്, ബോണ്ടുകൾ തുടങ്ങിയവ അസറ്റിന് ഉദാഹരണമായി പറയാം. കാറ്, വീട് പോലുള്ള വസ്തുക്കൾ എല്ലാവരും ഒരു അസറ്റായി പരിഗണിക്കാറുണ്ട്. ലോൺ എടുക്കാനുള്ള ഫോം ഫിൽ ചെയ്യുമ്പോൾ നമ്മളിൽ പലരും അസറ്റിൻ്റെ കോളത്തിൽ വീടും കാറും എഴുതിയിട്ടുമുണ്ട്. ശരിയാണ്, ബാങ്കിന് അതൊരു അസറ്റാണ്. കാർ വാങ്ങി നമ്മൾ തന്നെ ഉപയോഗിക്കുമ്പോൾ അത് ഒരു അസറ്റല്ല, കാരണം പോക്കറ്റിൽ പണം വരുന്നില്ല. എന്നാൽ കാർ ടാക്സിയായോ വാടകയ്ക്കോ കൊടുക്കുമ്പോൾ അതൊരു അസറ്റായി മാറുന്നു. ഏത് കാറിൽ വന്നിറങ്ങി, അല്ലെങ്കിൽ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണ് എന്നിവയൊക്കെയാണ് ഒരാളുടെ സ്റ്റാറ്റസ് അളക്കാൻ എല്ലാവരുടെയും പ്രധാന മാനദണ്ഡം. അതുകൊണ്ടുതന്നെ ഇല്ലാത്ത പണത്തിന് അസറ്റ് എന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ ലയബിലിറ്റി വാങ്ങിക്കൂട്ടുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, ലോൺ എടുത്ത് വാങ്ങുന്ന കാർ ഷോറൂമിൽ നിന്ന് വീട്ടിലെത്തിയാൽ തന്നെ 10% മൂല്യം നഷ്ടപ്പെടുന്നു. 5 വർഷത്തെ ലോൺ കാലാവധി കഴിഞ്ഞാൽ കാറിൻ്റെ മൂല്യം പകുതിയായി കുറയും. സ്ഥിരമായി കാർ ഉപയോഗമുള്ളവർക്ക് ഇതൊരു പ്രശ്നമല്ല. ഞങ്ങൾ പറയുന്നത് അസറ്റായി കരുതി വീട്ടുമുറ്റത്തിടുന്നവരുടെ കാര്യമാണ്. നമ്മുടെ കയ്യിലെ ഓരോ രൂപയും നമുക്ക് വേണ്ടി പണിയെടുക്കാൻ റെഡിയായി നിൽക്കുന്ന ജോലിക്കാരാണെന്ന് പറയാം. ലോകത്തിലെ കോടീശ്വരന്മാരെല്ലാം തന്നെ അവരുടെ വെൽത്ത് കമ്പനികളുടെ ഷെയറിൻ്റെ രൂപത്തിൽ നിലനിർത്തിയതായി കാണാനാകും. 1925-ൽ 18 രൂപയിലുള്ള സ്വർണത്തിൻ്റെ വില 56,000 കടന്നു നിൽക്കുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ വിലയും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയതായി കാണാനാകും. ഒരു ദിവസത്തിൽ 8 മണിക്കൂർ പണി ചെയ്താൽ 1000 രൂപ കൂലിയായി ലഭിക്കുന്ന തൊഴിലാളിക്ക് 3000 രൂപ ആവശ്യമെങ്കിൽ 24 മണിക്കൂർ ജോലി ചെയ്യുക എന്നത് അസാധ്യമാണ്. നമ്മളെല്ലാവരും തന്നെ കഴിവ്, നിറം, പണം എന്നിവയുടെ കാര്യത്തിൽ വ്യത്യസ്തരാണ്. എന്നാൽ ലോകത്തിലെല്ലാവർക്കും തന്നെ പൊതുവായി ഒരേപോലെയുള്ളത് സമയമാണ്. സമയം എക്സ്ചേഞ്ച് ചെയ്ത് പണം ഉണ്ടാക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ ഒരു ദിവസം എത്ര വേണമെങ്കിലും പണമുണ്ടാക്കാൻ ഒരു ബിസിനസ്സുകാരന് സാധിക്കും. കാരണം പണിയെടുക്കുന്നവനല്ല, പണിയെടുപ്പിക്കുന്നവനാണ് പണം കൂടുതൽ ലഭിക്കുക. അവർ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു, സിസ്റ്റം അവർക്ക് വേണ്ടി പണിയെടുക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ 3 ലക്ഷം തൊഴിലാളികൾ ഒരാളുടെ കീഴിൽ പണിയെടുക്കുന്നതാണ് അയാളെ കോടീശ്വരനായി നിലനിർത്തുന്നത്. എന്തിനാണ് പണം കൂടുതൽ സമ്പാദിക്കുന്നത്? കൂടുതൽ പണമുണ്ടായാൽ മനസ്സമാധാനം പോയി കിട്ടും. ഇതാണ് സാധാരണക്കാരൻ്റെ പ്രധാന സംസാരം. പണമുള്ളവനല്ല, പണം ഇല്ലാത്തവനാണ് സമാധാനം കിട്ടാത്തത്. മനുഷ്യൻ്റെ 99% പ്രശ്നങ്ങളും പണം പരിഹരിക്കും. എന്തിന്? പണമുണ്ടെങ്കിൽ തന്നെ സമൂഹത്തിന് നമ്മളോടുള്ള സമീപനം പോലും മാറും. ശരിയാണ്, പണത്തിന് പവറുണ്ട്. നിങ്ങൾ പണത്തെ സംരക്ഷിക്കൂ, പണം നിങ്ങളെ സംരക്ഷിക്കും. നമ്മൾ എത്ര പണം സമ്പാദിക്കുന്നു എന്നതിലല്ല, നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നതിലാണ് കാര്യം. കുറഞ്ഞ വരുമാനത്തിലും മണി മാനേജ്മെൻ്റ് അറിയാമെങ്കിൽ നല്ല രീതിയിൽ നിക്ഷേപിക്കാം, പണമുണ്ടാക്കാം. മണി മാനേജ്മെൻറ്റ് അതൊരു സ്കില്ലാണ്.